അപ്പൊ കൊച്ചു സുന്ദരി ഇനി മുതൽ ഓഫീസിലുണ്ടാവും. 4 പേരും മാറി മാറി ഇവളെ നോക്കിക്കോണം. മാഡം ധൈര്യമായിട്ട് കൊണ്ടുവന്നോളൂ, ഞങ്ങള് നോക്കിക്കോളാം ഈ സുന്ദരി കുട്ടിയെ. അത് ചെറിയ പരിചയക്കുറവുണ്ടാവും, 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ. പരിചയമായി കഴിഞ്ഞാ പിന്നെ അവള് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. ചായ മനഃപൂർവ്വം കുടിക്കാത്തതാ, വേറെ ചായ കൊണ്ടുവന്നാലും കുടിക്കില്ല. അതെന്താ അങ്ങനെ? ഇന്നലെ മുതലുള്ള സമരവാ. ശാലിനി കുഞ്ഞിനെയും വിഷ്ണു കുഞ്ഞിനെയും കുട്ടികളെയും കാണണമെന്ന് പറഞ്ഞുള്ള ഒരേ ഇരിപ്പ സമരവാ. ഇങ്ങനെ കണ്ണടച്ചിരിക്കും. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രതികരിക്കില്ല. അപ്പൊ സഹന സമരമാ? രാഘവൻ സാറേ, രാഘവൻ സാറേ. എന്തുവാടോ ഇയാൾ വിളിച്ചു പോകുന്നേ? താൻ തുടങ്ങിയോ? അല്ല സാർ എഴുന്നേറ്റേ, നമുക്ക് അകത്തിരിക്കാം. എടോ പിള്ളേ, ഇയാളെ എനിക്കൊരു സഹായം ചെയ്യുവോ? എന്താ സാറേ? താൻ പോയേ ശാലിനിയും വിഷ്ണുവും കുട്ടികളെ എവിടെ താമസിക്കുന്നത് കണ്ടുപിടിച്ചോണ്ട് വന്നാലേ നമുക്ക് പോയിട്ട് അവർ കൂട്ടിക്കൊണ്ടുവരാം. അതിപ്പോ എവിടെയാണെന്ന് വെച്ചാ പോയി അന്വേഷിക്കുന്നേ? എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, താൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അല്ല, അത് നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം ഇപ്പോ നമുക്ക് സാർ എഴുന്നേറ്റേ, നമുക്ക് അകത്തിരിക്കാം. ഞാൻ അതൊക്കെ അകത്തിരുന്നോളാം. ഇയാളിപ്പോ ഞാൻ പറയുന്നത് ചെയ്യ്. ഇപ്പൊ തന്നെ ഇയാള് പോണം. ആ ശരി. പിള്ള ഒരിടത്തേക്കും പോകുന്നില്ല. പിള്ളേ, നമുക്ക് 1-2 അടുത്ത് പലിശ പിരിക്കാൻ പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ട് വരുമ്പോ നിങ്ങൾ ഇവിടെ കാണണം. ശരി. ഭാമേ, അത് കൊള്ളാം. ഇതെന്ത് വർത്താനാ ഭാമയെ പറയുന്നേ? ഇയാളിവിടെ നിർത്തിയേക്കുന്നത് ഞാനാ. എന്റെ കാര്യം നേരെ വേണം നോക്കാന്നുള്ളതാ ഇയാൾ ആദ്യത്തെ ജോലി. ആ സമയമുണ്ടെങ്കിലേ നിന്റെ പലിശ പിരിവിന്റെ കണക്കപ്പള്ളയാൻ വരത്തുള്ളൂ. പക്ഷേ പിള്ളയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാ. അപ്പോ ഞാൻ പറയുന്നതും പിള്ള കേൾക്കേണ്ടി വരും. എന്ന് വെച്ച് പിള്ള നിന്റെ അടിമയൊന്നും അല്ല. എന്ത് കേൾക്കണം എന്ത് കേൾക്കണ്ട തീരുമാനിക്കുന്ന അവകാശമൊക്കെ പിള്ളക്കുണ്ട്. പറയടോ പിള്ളേ, ഞാൻ പറയുന്നത് ഇയാൾക്കിപ്പോ കേൾക്കാൻ നിർവാഹമുള്ളൂ. അങ്ങോട്ട് പറ. പറയാനാ പറഞ്ഞേ? അല്ല, അത് പിന്നെ രാഘവൻ സാറേ. പിള്ളേ, ഇന്ന് കളക്ഷൻ എടുക്കാൻ പോകുന്നത് നമ്മൾ 2 പേരും കൂടിയാ. ധൈര്യമായിട്ട് എന്റെ കൂടെ നിന്നോണം. കണക്കും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നോക്കി വെച്ചോണം. ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. ശരി. അത് ശരി. ഇയാളെന്ന് പോകുന്ന എനിക്ക് കാണണം. ഇവിടുന്നേ ഒരടി അനങ്ങരുത്. അല്ല മുന്നി, ഇന്ന് ശിവനില്ലേ പലിശക്കാശ് പിരിക്കാൻ പോവാനായിട്ട്? ശിവനെ ഇന്നലെ സത്യാമ്മ ജീപ്പിന്റെ താക്കോലും വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു വിട്ടു. അയ്യോ, അങ്ങനെ കുഴപ്പമാവുമല്ലോ. സത്യാമ്മയുടെ കൂടെ പോയെങ്കിൽ സത്യാമ്മ പിണങ്ങും. രാഘവൻ സാറ് പറയുന്നത് കേട്ടില്ലെങ്കിൽ രാഘവൻ സാറ് പിണങ്ങും. 2 പേരും കൂടെ എന്നെ കുഴപ്പത്തിലാക്കുമല്ലോ എന്റെ ഭഗവാനെ. എന്തോടോ പിള്ളേ ഇയാൾ അവിടുത്തെ കുശുശുക്കുന്നേ? താനേ ഞാൻ പറഞ്ഞ മണി ആദ്യം കൊണ്ട് ചെയ്തോണം. ഇല്ലെങ്കിൽ അറിയാലല്ലോ, മണ്ടൊഴിച്ച് പൊട്ടിക്കും. ചെയ്യാം സാറേ, ചെയ്യാം. അങ്ങനെ മാഡം എത്തിയോ? മാഡം, മോളുടെ പേരെന്താ? പേരിട്ടിട്ടില്ല ആര്യ. പക്ഷെ ഞങ്ങൾ ഇവളെ കൊച്ചു സുന്ദരി എന്നേ വിളിക്കൂ. എല്ലാവരും സുന്ദരി സുന്ദരി എന്ന് വിളിച്ച് നമ്മുടെ മോളുടെ പേര് അങ്ങനെ ആയി പോവുകയാണേ. പേരിടുന്നതിന് മുമ്പ് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. പിന്നെ വിളിപ്പേര് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ കൊച്ചു സുന്ദരി ഇനി മുതൽ ഓഫീസിലുണ്ടാവും. 4 പേരും മാറി മാറി ഇവളെ നോക്കിക്കോണം. മാഡം ധൈര്യമായിട്ട് കൊണ്ടുവന്നോളൂ, ഞങ്ങള് നോക്കിക്കോളാം ഈ സുന്ദരി കുട്ടിയെ. അത് ചെറിയ പരിചയക്കുറവുണ്ടാവും, 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ. പരിചയമായി കഴിഞ്ഞാ പിന്നെ അവള് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. അവക്ക് വിശക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. അല്ല, ഇങ്ങോട്ട് പോകാൻ നേരത്തല്ലേ പാല് കുടിച്ചത്?
അവക്ക് വിശക്കുന്നുണ്ടാവും. മോളെ തന്നെ, ഞാൻ പാൽ കൊടുക്കാം. കൊണ്ട. അയ്യോ, അച്ഛന്റെ ചക്കര വന്നേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ. അച്ഛന്റെ വാവ എന്നാ നോക്കുന്നേ? അക്ബർ ട്രേഡേഴ്സിന്റെ നോട്ട്സ് തയ്യാറാക്കിയായിരുന്നോ? തയ്യാറാക്കി മാഡം. ചേ, എന്തായി കാണിക്കുന്നേ? ചക്കരേ ഇതാ മാഡം. ഈ കേസിന് സമാനമായ കഴിഞ്ഞ 5 വർഷത്തെ സുപ്രീം കോടതിയുടെ വിധികൾ നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാഡം അത് എന്നോടാ പറഞ്ഞിരുന്നേ. അച്ഛന്റെ വാവക്കുട്ടിക്ക് പാല് വേണ്ടേ? കുടിക്കണ്ടേ? ഇതാ മാഡം. എന്നിട്ട് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ കേസുമായി മാച്ച് ചെയ്യുന്ന അനുകൂല വിധികളുള്ള വല്ല കേസുകളും ഉണ്ടായിരുന്നോ? കുറവാണ് മാഡം. ഓക്കെ. അക്ബർ ട്രേഡേഴ്സിന്റെ കേസ് ഫയലും വിറ്റ്നസ് മൊഴികളും എല്ലാം റെഡിയല്ലേ? റെഡിയാണ് മാഡം. കഴിഞ്ഞ 9 കൊല്ലമായിട്ടുള്ള കേസാ. ഇനിയെങ്കിലും ഇതിനൊരു തീർപ്പുണ്ടായാൽ മതിയായിരുന്നു. ഇനി കുറച്ചുകൂടെ കുടിച്ചാൽ മതി. അച്ഛന്റെ വാവയല്ലേ? അതെ, മോളെയും കളിപ്പിച്ച് ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഓ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. മോളെ, അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. അയ്യോ, അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് പറ മോളെ. അല്ലാതെ തന്നെ അവിടെ ഉള്ള ഒരാളും പണിയെടുക്കൂല. ഇനി അച്ഛൻ കൂടെ സമയത്തിന് ചെന്നില്ലെങ്കിലേ അവരവിടെ ക്യാരം ബോർഡ് മത്സരം വയ്ക്കും. ജോലി ഭാരം കുറയ്ക്കാനെന്ന പേരില് അതെല്ലാം ജോലിക്കാർക്ക് വാങ്ങിക്കൊടുത്തിരിക്കയല്ലേ? ആ, മതി മതി മോളെ, ഇത് അച്ഛൻ പോവാട്ടോ. ഇല്ലെങ്കിൽ മോളുടെ അമ്മ ഇപ്പൊ എന്നെ തൂക്കാൻ വിധിക്കും. ഇതാ പിടിച്ചേ. കൊച്ചിന്റെ അടുത്തൊന്നും പോവാൻ കഴിയുന്നില്ല അല്ലേ? അത് തന്നെ കാര്യം. പോട്ടെ. ടാറ്റാ. ഭാവേ, അച്ഛൻ പോയിട്ട് വേഗം വരും കേട്ടോ. അതുവരെ നമുക്ക് കളിക്കാം. വേണോ വേണോ? എന്റെ കൂടെ പിറപ്പായിരുന്നു അവൻ, സ്വന്തം അനിയൻ. ബോഡി എപ്പോ കിട്ടും? ബന്ധുക്കളായിട്ട് മറ്റാരും ഇല്ലാത്തതുകൊണ്ട് കർമ്മങ്ങളൊക്കെ നമ്മൾ തന്നെ നടത്തേണ്ടി വരും.